മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാതെ ആഘാതങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് 2 ദിവസം കഴിയുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു തുടങ്ങും. നമ്മുടെ ജീവിതം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുകയും ചെയ്യും. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജീവിതത്തിൽ അപകടകരമായ ഒരു മറവിയെക്കുറിച്ച്, അങ്ങനെ ഒരു മറവി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഈ ലോകത്തും നിങ്ങൾ നഷ്ടപ്പെടും, പരലോകത്തും നിങ്ങൾ നഷ്ടപ്പെടും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 200-ാമത്തെ വചനത്തിൽ, അതുപോലെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമുഅയുടെ 10-ാമത്തെ വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഹജ്ജ് കഴിഞ്ഞ് ഹാജിമാര് നാടുകളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു. ഹജ്ജ് കഴിഞ്ഞ ഹാജിമാരോട് അവരുടെ ലഗേജ് എല്ലാം റെഡിയാക്കി അവർ നാട്ടിലേക്ക് മടങ്ങാൻ പോകുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് ഓർമ്മപ്പെടുത്തുന്നു, എനിക്കൊരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു ഇപ്രകാരമാണ് പറയുന്നത്: فَإِذَا قَضَيْتُم مَّنَاسِكَكُمْ فَاذْكُرُوا اللَّهَ كَذِكْرِكُمْ آبَاءَكُمْ أَوْ أَشَدَّ ذِكْرًا. വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, فَإِذَا قَضَيْتُم مَّنَاسِكَكُمْ, നിങ്ങൾ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കിയാൽ, ഹജ്ജിന്റെ സുപ്രധാനമായ ആ കർമ്മങ്ങളൊക്കെയും പൂർത്തിയായാൽ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഹജ്ജ് കഴിഞ്ഞ് നിങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോഴും നിങ്ങളുടെ കുടുംബാംഗങ്ങൾ അവിടെയുണ്ട്, നിങ്ങളുടെ കച്ചവട സ്ഥാപനം അവിടെയുണ്ട്, നിങ്ങളുടെ തൊഴിലിടം അവിടെയുണ്ട്. നിങ്ങളുടെ പഴയ അവസ്ഥയിലേക്ക് നിങ്ങൾ മടങ്ങുമ്പോൾ ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർമ്മിക്കണം, പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം. ഏതുപോലെ കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റാ, നിങ്ങളുടെ ഉപ്പയെയും ഉമ്മയെയും നിങ്ങൾ ഓർക്കുന്നത് പോലെയോ, ഔ അശദ്ദ ദിക്റാ, അതിനേക്കാളും കൂടുതൽ നിങ്ങൾ അല്ലാഹുവിനെ ഓർമ്മിക്കണം. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്ന ഹജ്ജാജിമാരോട് അല്ലാഹു പറയുന്നത്, നിങ്ങൾ മടങ്ങാൻ പോകുമ്പോൾ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. എന്താണ് ആ കാര്യം? ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർമ്മിക്കണേ. 2-ാമത് സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത് സൂറത്തുൽ ജുമുഅയിലെ 10-ാമത്തെ വചനം, ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളിലില്ലാഹ്. സൂറത്തുൽ ജുമുഅയിലെ 10-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഫൈദാ ഖുദിയത്തിസ് സ്വലാ, നിങ്ങൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, നമസ്കാരവും ഖുതുബയും ഒക്കെ കഴിഞ്ഞ്, നിങ്ങളുടെ കർമ്മവും ഇബാദത്തും ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഫന്തശിറൂ ഫിൽ അർള്, നിങ്ങൾ അല്ലാഹുവിന്റെ ഭൂമിയിലേക്ക് നിങ്ങൾ വ്യാപൃതരാകുക. വബ്തഗൂ മിൻ ഫളിലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ തേടുക. നമസ്കാരം കഴിഞ്ഞ് പള്ളിയുമായി ആരാധനകളുമായി ഇവിടെ തന്നെ കഴിഞ്ഞുകൂടണമെന്നല്ല അല്ലാഹു പറഞ്ഞത്. ഫൈദാ ഖുദിയത്തിസ് സ്വലാ, ജുമുഅ നമസ്കാരവും ഖുതുബയും ഒക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർള്, നിങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടി, നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും നിത്യവൃത്തിയൊക്കെ കഴിയണമെങ്കിൽ ധനം ആവശ്യമാണ്, പണം ആവശ്യമാണ്. ഭക്ഷണം കഴിക്കണമെങ്കിൽ, മക്കൾക്ക് വിദ്യാഭ്യാസം നൽകണമെങ്കിൽ, പ്രായമായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കണമെങ്കിൽ ധനം ഒരു അത്യാവശ്യ ഘടകമാണ്. അതുകൊണ്ട് നമസ്കാരം നിർവഹിച്ചാൽ പ്രാർത്ഥനകളും ആരാധനകളുമായി പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടല്ല വേണ്ടത്. ഫന്തശിറൂ ഫിൽ അർള്, അല്ലാഹുവിന്റെ ഭൂമിയിലേക്ക് നിങ്ങൾ വ്യാപൃതരാകുക. വബ്തഗൂ മിൻ ഫളിലില്ലാഹ്, അവിടെ നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ തേടുക. ജുമുഅ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന വിശ്വാസികളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്, വദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർമ്മിക്കണം. വദ്കുറുല്ലാഹ കസീറ,
നിങ്ങൾ ധാരാളം അല്ലാഹുവിനെ ഓർമ്മിക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 2 വചനങ്ങളാണ് ഖുത്ബയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ഒന്ന് സൂറത്തുൽ ബഖറയിലെ 200-ാമത്തെ വചനം ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുന്ന ഹജ്ജാജിമാരോടും, മറ്റൊരു വചനം ജുമാ ഖുത്ബയും നമസ്കാരവും കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന വിശ്വാസികളോടും അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് ഒരേ കാര്യമാണ്. ഫസ്കുറുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം. പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് ശപിക്കപ്പെട്ടവനായ പിശാച് സദാ ബദ്ധശ്രദ്ധയോടുകൂടി നിങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റുന്ന, നിങ്ങളുടെ വിഷയത്തിൽ ഏത് വിഷയത്തിലാണ് നിങ്ങൾ ബലഹീനനാകുന്നത് ആ വിഷയത്തിൽ നിങ്ങളെ പ്രകോപിപ്പിച്ച് നിങ്ങളെ വികാര വിചാരങ്ങൾ കടിമപ്പെടുത്തി നിങ്ങളുടെ നാവിനെയും ജീവിതത്തെയും കൺട്രോൾ ചെയ്യാൻ കഴിയാതെ, നിങ്ങളെപ്പോലും കൺട്രോൾ ചെയ്യാൻ കഴിയാതെ, നിങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തി, ഉലൈക കൽ അൻആം, അവർ നാൽക്കാലി മൃഗങ്ങളെ പോലെയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇല്ല ബൽഹും അളൽ, അതിനേക്കാളും നിങ്ങൾ പിഴച്ചു പോകും. അതുകൊണ്ട് ആ പിഴവ്, ആ ഒരു മലീനസ്വത നിങ്ങളിലേക്ക് കടന്നു വരാതിരിക്കാൻ ഹജ്ജ് കഴിഞ്ഞു മടങ്ങുന്ന ഹജ്ജാജിമാരോടും അതുപോലെ ജുമാ നമസ്കാരവും ഖുത്ബയും കഴിഞ്ഞു മടങ്ങുന്ന വിശ്വാസികളോടും അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് ഫസ്കുറുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. എന്നാൽ സഹോദരങ്ങളെ, ജുമാ നമസ്കാരം കഴിഞ്ഞ് നാം പുറത്തേക്ക് പോകുമ്പോൾ ഓരോ വെള്ളിയാഴ്ചയും 20-25 മിനിറ്റ് നേരം വരുന്ന ഒരു ഖുത്ബയും നമസ്കാരവും കഴിഞ്ഞ് മടങ്ങുന്ന വിശ്വാസികളോട് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധമാണ്, ദൈവബോധമാണ്, പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മയാണ്. അത് ഏതൊക്കെ വിഷയത്തിലാണ്? നമ്മുടെ ജീവിതത്തിന്റെ A-Z മുഴുവൻ മേഖലകളിലും. പള്ളിയിൽ മാത്രം ഒരു ഭക്തി, പള്ളിയിൽ മാത്രം ഒരു ആരാധന, പുറത്ത് നമ്മുടെ ഇച്ഛകൾക്കൊതുങ്ങി, വികാരങ്ങൾക്കൊതുങ്ങി, നമ്മുടെ തന്നിഷ്ടങ്ങൾക്കൊതുങ്ങി ജീവിക്കുന്ന ഒരു രീതിയല്ല പരിശുദ്ധ ഖുർആനും ഇസ്ലാമും പഠിപ്പിക്കുന്നത്. നമ്മൾ ഖുത്ബയും നമസ്കാരവും നമ്മുടെ ജീവിതത്തിൽ അത് ഫലപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അടുത്ത വെള്ളിയാഴ്ച ജുമാ ഖുത്ബയ്ക്ക് നാം വന്നിരിക്കുന്നതുവരെ നമ്മുടെ ജീവിതത്തെ അടുക്കും ചിട്ടയോടും കൂടി, കൃത്യതയോടുകൂടി, ദൈവബോധമുള്ളവരായി, പടച്ചവനെ കുറിച്ച് ഓർമ്മയുള്ളവരായി നമുക്ക് ജീവിക്കാൻ കഴിയും. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത്, നാം ജുമാ ഖുത്ബയും നമസ്കാരവും ഒക്കെ കഴിഞ്ഞ് നാം പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയം എന്തിനാണ് വിനിയോഗിക്കുന്നതെന്ന് നാം ഒന്ന് ചിന്തിച്ചാൽ പണം സമ്പാദിക്കാനാണ്, ധനം സമ്പാദിക്കാനാണ്. ധനം നമ്മുടെ ജീവിതത്തിന്റെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. നമ്മുടെ കീഴിലുള്ള, നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, പ്രായമായ മാതാപിതാക്കൾ, വാടകയ്ക്കാണ് ഞാൻ താമസിക്കുന്നതെങ്കിൽ വീടിന്റെ വാടക, അതുപോലെ നമ്മുടെ നിത്യവർത്തിക്ക് ഒരു മാസം ഒരു വിശ്വാസിക്ക് ഒരു കുടുംബവുമായി കഴിയുന്നതിന് 30,000-വും 50,000-വും രൂപ അയാൾക്ക് കയ്യിൽ വേണ്ടി വരും. അയാൾ അധ്വാനിക്കേണ്ടതുണ്ട്. അപ്പോ നമ്മുടെ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയം എന്തിനാണ് വിനിയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ധനം സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ്. പാതിരാവിൽ നേരം വെളുത്തതേയുള്ളൂ, പ്രഭാത നമസ്കാരം കഴിഞ്ഞ് ഒരു സഹോദരന്റെ പ്രാളപ്പെട്ട് പുറത്തേക്ക് അയാൾ യാത്ര ചെയ്യുന്നത് കണ്ട് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ തന്റെ കുടുംബത്തിന് വേണ്ടിയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മാതാപിതാക്കളും മക്കളും അടങ്ങുന്ന കുടുംബം പട്ടിണിയില്ലാതെ, നല്ല വിദ്യാഭ്യാസമുള്ളവരായി, നല്ല സംസ്കാരമുള്ളവരായി, എന്റെ കുടുംബത്തിൽ അല്ലലില്ലാതെ, പ്രയാസങ്ങളില്ലാതെ അവരെ മുൻപോട്ട് കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അധ്വാനിക്കുന്നത്. എന്നാൽ അല്ലാഹു ഓർമ്മപ്പെടുത്തി, നാം അധ്വാനിക്കുന്ന ആ ധനം ഹലാലായ മാർഗത്തിലുള്ളതായിരിക്കണം. സഹോദരങ്ങളെ, ജുമാ നമസ്കാരം കഴിഞ്ഞു പോകുന്ന വിശ്വാസികളോട് അല്ലാഹു ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ അല്ലാഹുവിനെ ധാരാളം ഓർമ്മിക്കണം, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. ഏതൊക്കെ വിഷയത്തിലാണ്? ഒരു ഉദ്യോഗസ്ഥൻ അയാൾ പണിയെടുക്കുമ്പോ അയാൾ ചിന്തിക്കുന്നത്, എനിക്ക് 3 മക്കളുണ്ട്,
എന്റെ 2 പെൺമക്കളെ വിവാഹം ചെയ്ത് അയക്കണമെങ്കിൽ ഒരു 10-12 വർഷം കഴിയുമ്പോൾ ലക്ഷങ്ങളും കോടികളും വേണം. എനിക്ക് കിട്ടുന്ന ശമ്പളം മാത്രം പോരാ, ഞാൻ കൈക്കൂലിയും അതുപോലെ തെറ്റായ രൂപത്തിൽ ധനം സമ്പാദിച്ചാൽ മാത്രമേ എന്റെ മക്കളെ വിവാഹം ചെയ്ത് അയക്കാൻ കഴിയൂ, എന്റെ മകനെ പഠിപ്പിക്കാൻ കഴിയൂ എന്ന ചിന്തയിലാണ്, ആ ഒരു ആലോചനയിലാണ് തെറ്റായ ധനസമ്പാദന മാർഗത്തിലേക്ക് പോകുന്നത്. ഒരു കച്ചവടക്കാരൻ അളവിലും തൂക്കത്തിലും തന്റെ പാവപ്പെട്ട കസ്റ്റമറെ കബളിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ധനം അത്യന്താപേക്ഷിതമാണ്. അള്ളാഹുവിനെ ഓർമ്മിക്കണമെന്ന് പറഞ്ഞ് ഖുതുബ കഴിഞ്ഞു പോകുമ്പോഴും എന്താണ് നാം തെറ്റിപ്പോകുന്നതെന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ, ഈ ലോകത്ത് ജീവിക്കണ്ടേ, ഈ ലോകത്ത് കഴിഞ്ഞുകൂടണ്ടേ എന്നാണ് പലപ്പോഴും മറുപടി. ഗൾഫിൽ നിന്ന് കുടുംബമായി മടങ്ങി വരുമ്പോ സ്വന്തം ഭാര്യയെ പോലും സ്വർണം കടത്താൻ ഉപയോഗിക്കുമ്പോ ധനം സമ്പാദിച്ചു കൂട്ടാൻ ഇപ്രകാരം നാം തെറ്റായ വഴികൾ സ്വീകരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ ജീവിക്കണ്ടേ, ഇവിടെ കഴിഞ്ഞു പോകണ്ടേ. ഇവിടെ കഴിഞ്ഞു പോകണമെങ്കിൽ മാസം തോറും വലിയൊരു തുക വേണം. ആ തുക ഞാൻ എവിടെ നിന്ന് സമ്പാദിക്കും? അതുകൊണ്ട് തെറ്റായ മാർഗത്തിൽ ധനം സമ്പാദിക്കുന്ന മനുഷ്യരോടാണ് അല്ലാഹു പറഞ്ഞത്, ജുമാ ഖുതുബ കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് ഫൈദാ ഖുലിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർള് വബ്തഗൂ മിൻ ഫളിലില്ലാഹ് വദ്കുറുല്ലാഹ കസീറാ. നിങ്ങൾ അല്ലാഹുവിനെ ധാരാളം ഓർമ്മിക്കണം. നിങ്ങളുടെ തെറ്റായ ഈ ജീവിതം, നിങ്ങളുടെ ഈ തെറ്റായ രൂപം അല്ലാഹു കാണുന്നുണ്ട്, പടച്ചവൻ കാണുന്നുണ്ട്. എന്തിനാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എന്റെ മക്കൾക്ക് വേണ്ടിയാണ്, എന്റെ കുടുംബത്തിന് വേണ്ടിയാണ്. അവിടെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം വാദക്കാരോട് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂനിന്റെ ഒരു വചനം, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ സിക്രില്ലാഹ്, ലാ തുൽഹികും, നിങ്ങളെ നശിപ്പിച്ച് കളയാതിരിക്കട്ടെ. എന്താണ് അംവാലുകും വലാ ഔലാദുകും അൻ സിക്രില്ലാഹ്? അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് നിങ്ങളുടെ ധനവും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളെ മറപ്പിച്ച് കളയാതിരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ജുമാ നമസ്കാരം കഴിഞ്ഞ് ഖുതുബ കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന വിശ്വാസികളോട് ഒന്നാമതായി അല്ലാഹു ഉണർത്തുന്നത് ഫസ്കുറുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് അത് ധനസമ്പാദനത്തിന്റെ വിഷയത്തിലാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് അവരെന്തെങ്കിലും തൊഴിലന്വേഷിച്ച് പുറത്തേക്ക് പോകുമ്പോൾ സ്വഹാബ വനിതകൾ, അവരുടെ പ്രിയപ്പെട്ട ജീവിത പങ്കാളികൾ അവരോട് പറയും, ഇന്നാ നസ്ബിറു അലൽ ജൂഅ, നിങ്ങൾ വിശപ്പ് സഹിച്ചോളാം. നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ തെറ്റായ രൂപത്തിൽ, ഹറാമായ രൂപത്തിൽ ഒരു റിയാലും ഒരു ദിർഹമും നിങ്ങൾ സമ്പാദിക്കരുത്. ഇന്നാ നസ്ബിറു അലൽ ജൂഅ, ഞങ്ങൾ വിശപ്പ് സഹിച്ചോളാം. വലാ നസ്ബിറു അലൻ നാർ, നരകത്തെ ക്ഷമിക്കാൻ, പരലോകത്തിന്റെ ശിക്ഷ പിടിച്ചു നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുകയില്ല. സഹോദരങ്ങളെ, അവിടെ നാം ഓർമ്മിക്കേണ്ടത്, അവിടെ നാം ചിന്തിക്കേണ്ടത്, നമ്മുടെ മക്കൾക്ക് ഹറാമായ ഭക്ഷണം കൊടുത്ത് അവരെ വളർത്തുമ്പോൾ, അവർ തെറ്റായ മേഖലകളിലേക്ക് പോകുമ്പോൾ, +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മകള് ശാരീരികമായ പ്രയാസം അനുഭവപ്പെടുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യുമ്പോൾ അയാൾ ഗർഭിണിയാണെന്നറിയുമ്പോൾ, എന്റെ മകൾ മോശമായ ഒരു ബന്ധത്തിലേക്ക് ഏർപ്പെട്ടു എന്നറിയുമ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന വേദന എന്തായിരിക്കും? എന്റെ മകൻ ലഹരിയിൽ പിടിക്കപ്പെട്ടു എന്നറിയുമ്പോൾ ആ പിതാവിനുണ്ടാകുന്ന വേദന എന്തായിരിക്കും? അവിടെയാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത്, കുലൂ വശ്റബൂ ഹലാലൻ ത്വയ്യിബ, നിങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുക ഹലാലൻ ത്വയ്യിബ, ഹലാലായ അനുവദനീയമായ, ത്വയ്യിബ വിശുദ്ധമായതാണ് നിങ്ങൾ കഴിക്കേണ്ടത്. അഥവാ നമ്മുടെ ധനസമ്പാദനം ശരിയായ മാർഗത്തിലൂടെയാണ് എങ്കിൽ അള്ളാഹുവിനെ ഉൾക്കൊണ്ട് റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുകയും അങ്ങനെയുള്ള അച്ചടക്കമുള്ള ഒരു കുടുംബമാണെങ്കിൽ ആ മക്കളെ കൊണ്ടും കുടുംബം കൊണ്ടും മാതാപിതാക്കളെ കൊണ്ടും കൺകുളിർക്കാൻ കഴിയും. രണ്ടാമതായി അള്ളാഹുവിനെ ഓർമ്മിക്കേണ്ട മറ്റൊരു മേഖല
വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ മാതാപിതാക്കളാണ് സഹോദരങ്ങളെ. അതുപോലെ നമ്മുടെ കുടുംബമാണ്. അള്ളാഹുവിന്റെ റസൂല് ഈ ലോകത്തു നിന്ന് വേർപെടുമ്പോ മരണാസന്നമാകുന്ന സമയത്ത് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയ രണ്ട് കാര്യം, യാ ഉമ്മത്തി അസ്സലാ അസ്സലാ, നിങ്ങളുടെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ തൗഹീദുള്ള ശിർക്കിൽ നിന്ന് മുക്തമായ വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യം നമസ്കാരത്തെ കുറിച്ചുള്ള ഓർമ്മയാണ്. രണ്ടാമതായി പ്രവാചകൻ ഓർമ്മപ്പെടുത്തി, ഔ മാ മലകത് ഐമാനുക്കും, നിങ്ങളുടെ വലം കൈ ഉടമയാക്കിയവർ. സഹോദരങ്ങളെ, നമ്മുടെ വലം കൈ ഉടമയാക്കിയ നമ്മുടെ കുടുംബം, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ. കാരണം ഏതോ ഒരു വിവാഹ ദിവസം ആ പെൺകുട്ടിയുടെ പിതാവ് അള്ളാഹുവിനെ കുറിച്ചുള്ള കരാറുമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ പെൺകുട്ടിയുടെ പിതാവ് നമ്മളിലേക്ക് ഒരു അമാനത്തായി ഏൽപ്പിച്ചതാണ് നമ്മുടെ ജീവിത പങ്കാളി. ആ ജീവിത പങ്കാളിയുടെ മനസ്സിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ശാരീരികമായ പീഡനങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ അസഭ്യം പറഞ്ഞു പോകുന്നതിൽ നിന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തി, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ അത്യുത്തമൻ സ്വന്തം കുടുംബത്തോട് മാന്യമായി വർത്തിക്കുന്നവനാണ്. അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള മറ്റൊരു ഓർമ്മയാണ് പ്രായമായ നമ്മുടെ മാതാപിതാക്കൾ. നമുക്ക് ഓടാനും നടക്കാനും ആരോഗ്യവും ഉള്ളപ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നു. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒരു രാത്രിയിൽ ഉറക്കത്തിനിടയിൽ ഒരു സ്ട്രോക്ക് വന്ന് നമ്മുടെ പിതാവ് ബെഡിൽ തന്നെ കിടപ്പിലായാൽ, ആ കിടപ്പിലായ പിതാവ് ആരോഗ്യമുള്ളപ്പോ കുടുംബം സുരക്ഷിതമായി സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും പോയി. പക്ഷേ നമ്മുടെ മാതാപിതാക്കളിൽ ഒരാൾ കിടപ്പിലായപ്പോ, കിടപ്പിൽ കിടന്നുകൊണ്ട് തന്നെ പ്രാഥമികമായ കൃത്യങ്ങൾ നിർവഹിക്കുന്ന ഒരവസ്ഥ വന്നപ്പോ അടുത്തിരുന്ന മക്കൾ അവരകലാൻ തുടങ്ങി. അവരടുത്ത വീടുകളിലോ അടുത്ത ഫ്ലാറ്റുകളിലോ താമസം മാറുന്നു. കാരണം ഈ പിതാവിന്റെ പ്രാഥമികമായ കൃത്യങ്ങൾ, അല്ലെങ്കിൽ ആ മാതാവിന്റെ പ്രാഥമികമായ കൃത്യങ്ങൾ നിർവഹിക്കാനുണ്ടാകുന്ന മാനസികമായ അകലങ്ങളും മാനസികമായ വിരക്തിയുമാണ് തന്റെ പ്രിയപ്പെട്ട തനിക്ക് ജന്മം നൽകിയ ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് അകലാൻ കാരണം. ഒരു കാലത്ത് ചെറിയ പ്രായത്തിൽ നമ്മൾ പ്രാഥമികമായ കൃത്യങ്ങൾ നിർവഹിച്ചപ്പോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഉമ്മ, ഒരു കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഉമ്മ മറ്റൊരു കൈ കൊണ്ട് നമ്മെ താങ്ങിയെടുത്ത് ശുദ്ധിയാക്കി നല്ല വസ്ത്രത്തിൽ പൊതിഞ്ഞ് നെഞ്ചോട് ചേർത്ത ആ മാതാവ് കിടപ്പിലായി കിടന്ന കിടപ്പിൽ തന്നെ കാഷ്ടിക്കാനും മൂത്രിക്കാനും ഒക്കെ തുടങ്ങിയപ്പോ ചേർന്നിരുന്ന, സന്തോഷം പറഞ്ഞിരുന്ന, ആഹ്ലാദം പറഞ്ഞിരുന്ന മക്കൾ, നിങ്ങളുടെ ഉമ്മയെ എനിക്ക് നോക്കാൻ കഴിയില്ല, എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞ് ഓരോരുത്തരും കൈയൊഴിയുകയും പലപ്പോഴും നിയമപാലകരോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രമുഖരോ നിങ്ങളുടെ ഉപ്പ അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മ അല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. സഹോദരങ്ങളെ, അവിടെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകേണ്ടത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാഇന്റെ വചനമാണ്. സൂറത്തുൽ ഇസ്രായിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തി, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ മറ്റൊന്നിനെയും ആരാധിക്കരുത്. റബ്ബിനെ അല്ലാതെ നിങ്ങൾ മറ്റൊന്നിനെയും ആരാധിക്കരുത്. റബ്ബിന്റെ തൗഹീദ് നമ്മെ ഓർമ്മപ്പെടുത്തിയതിനു ശേഷം, പരലോക മോക്ഷത്തിന്റെ ഒന്നാമത്തെ വസ്തുത തൗഹീദാണെന്ന് പഠിപ്പിച്ചതിന് ശേഷം, രണ്ടാമത് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത് വബിൽ വാലിദൈനി ഹസാന, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. സഹോദരങ്ങളെ, അവരൊരു പ്രായമാകുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ഓർമ്മശക്തി, ഞാൻ ഖുതുബയുടെ ആമുഖമായി ഓർമ്മപ്പെടുത്തിയ ചെറിയ അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾ അവരെ പിടികൂടുമ്പോൾ അവരൊരു പക്ഷേ രാത്രി കഴിക്കേണ്ട പ്രഷറിന്റെ ഗുളിക അവർ കഴിച്ചിട്ടുണ്ടാവില്ല. ഓർമ്മയോടുകൂടി തൻ്റെ വാപ്പയെ പരിചരിക്കേണ്ടത് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തതുപോലെ, അള്ളാഹുവിന്റെ മുന്നിൽ ഇബാദത്ത് ചെയ്തതുപോലെ, റബ്ബിനു വേണ്ടി നാം ഉപവാസം എടുക്കുന്നത് പോലെ നമ്മുടെ ഉപ്പയ്ക്ക്, നമ്മുടെ ഉമ്മയ്ക്ക് അവരുടെ ജീവൻ നിലനിർത്താൻ ആ മെഡിസിൻ എടുത്തു കൊടുക്കേണ്ടത്, അവരെ ശുശ്രൂഷിക്കേണ്ടത്. ഒരുപക്ഷെ നാം ഗൾഫിലാണെങ്കിൽ ഗൾഫിൽ നമ്മുടെ പണി മതിയാക്കി എൻ്റെ ഉമ്മ പ്രയാസപ്പെടുന്നു, എൻ്റെ ഉപ്പ പ്രയാസപ്പെടുന്നു,
അവരെ നോക്കാൻ ആരുമില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തി, ഹുമാ ജന്നതുക, അവർ രണ്ടുപേരുമാണ് നിന്റെ സ്വർഗം. അവരെ ആ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി. ആ മാതാപിതാക്കളുടെ അതൃപ്തിയിലാണ് റബ്ബിന്റെ കോപം. സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുഭാഗം ഒന്ന് പരിശോധിച്ചാൽ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവർ, മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയവർ ഇന്നും ജീവിതത്തിൽ ഒരു കരയും കയറാതെ സങ്കടവും പ്രയാസവും കഷ്ടനഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി മുൻപോട്ട് പോകുന്നതിന്റെ കാരണം നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കൾ, ഒരു കാലത്ത് നമുക്ക് വേണ്ടി പാടുപെട്ട നമ്മുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ നാം അശ്രദ്ധരാവുകയാണെങ്കിൽ ആ റബ്ബിന്റെ പരീക്ഷണം നാളെ പരലോകത്തല്ല സഹോദരങ്ങളെ, ഈ ലോകത്ത് തന്നെ അതിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വരും. അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്, റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയാണ് തന്റെ മാതാപിതാക്കളെ കുറിച്ചുള്ള, അതുപോലെ തന്റെ കുടുംബത്തെ കുറിച്ചുള്ള, തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും കുടുംബത്തെയും ഒക്കെ പരിചരിക്കേണ്ട, ശുശ്രൂഷിക്കേണ്ട അള്ളാഹുവിന്റെ മുന്നിൽ ഞാനിതിന് സമാധാനം പറയേണ്ടി വരും എന്ന ഒരു ബോധ്യം റബ്ബിനെ കുറിച്ചുള്ള ചിന്തയാണ്. ഈ റബ്ബിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ, റബ്ബിനെ മറന്നു ജീവിച്ചാൽ, എന്തും പറഞ്ഞ് എന്തും കാട്ടിക്കൂട്ടി ഏത് രൂപത്തിലും തന്നിഷ്ടത്തോടെയാണ് നാം ജീവിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, വമൻ അഅറള അൻ ദിക്രി, ഒരു മനുഷ്യൻ റബ്ബിനെ മറന്നു ജീവിച്ചാൽ റബ്ബ് ഓർമ്മപ്പെടുത്തുകയാണ് എന്തിൽ നിന്ന്, ഫഇന്ന ലഹു മഈശതൻ ലംക, അല്ലാഹു അയാൾക്ക് നൽകുന്നത് ഒരു ഇടുങ്ങിയ ജീവിതമായിരിക്കും. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, നാളെ പരലോകത്ത് അവൻ അന്ധനായി കൊണ്ടായിരിക്കും കടന്നു വരുന്നത്. നാം ഒന്ന് പരിശോധിച്ചാൽ, നമ്മുടെ ചുറ്റുപാടും ഒന്ന് പരിശോധിച്ചാൽ ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകും സഹോദരങ്ങളെ. വമൻ അഅറള അൻ ദിക്രി, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന്, നാഥനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് അകന്നു ജീവിക്കുന്നവരെ കുറിച്ച് റബ്ബ് പറഞ്ഞത് ഫഇന്ന ലഹു മഈശതൻ ലംക, അവരുടെ ജീവിതം ഇടുങ്ങിയതായിരിക്കും. സഞ്ചരിക്കാൻ വിലപിടിപ്പുള്ള കാറുണ്ട്, ഏത് ചൂടിനെയും തണുപ്പിക്കാൻ കഴിയുന്ന സജ്ജീകരണം അയാളുടെ വീട്ടിലുണ്ട്, ഒന്ന് കിടന്നാൽ ഉറങ്ങിപ്പോകുന്ന വിലപിടിപ്പുള്ള മെത്തകളുണ്ട്. പക്ഷേ മനസ്സിനൊരു സമാധാനവുമില്ല. എന്തേ മനസ്സിന് സമാധാനമില്ലാത്തതിന്റെ കാരണം, വമൻ അഅറള അൻ ദിക്രി, നാഥനെ കുറിച്ചുള്ള, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് നാം അകന്നുപോയാൽ വിശുദ്ധ ഖുർആൻ ഗൗരവത്തോടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഫഇന്ന ലഹു മഈശതൻ ലംക, ഒരു ഇടുങ്ങിയ ജീവിതമായിരിക്കും അവന് നാം നൽകുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പ്രായമായ ഗവൺമെന്റ് സർവീസിൽ വലിയ ഉദ്യോഗം വഹിച്ചിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരു പ്രായമുള്ള ഉപ്പ, അദ്ദേഹം രോഗിയായി കിടക്കുമ്പോൾ അദ്ദേഹത്തെ ഞാൻ കാണാൻ വേണ്ടി അദ്ദേഹത്തെ ചെല്ലുമ്പോൾ അദ്ദേഹം എന്നോട് ഓർമ്മപ്പെടുത്തിയത്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു കീഴിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനുമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, എനിക്ക് 2 മക്കളാണ്, അതിലൊരു മകൻ 6-7 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു, മറ്റൊരു മകൻ ജയിലിലാണ് ഉസ്താദേ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി സാർ കാരണം? ഞാൻ ഗവൺമെന്റ് സർവീസിൽ ഇന്ന രൂപത്തിലൊക്കെ ഞാൻ ജോലി ചെയ്തു, ഇന്ന സ്ഥാപനത്തിലൊക്കെ ഞാൻ വലിയ ഒരു ഉദ്യോഗം വഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് റബ്ബിനെ കുറിച്ചുള്ള ബോധവും ഓർമ്മയും ഒന്നുമില്ല. തെറ്റായ രൂപത്തിൽ ഞാൻ ധനം സമ്പാദിച്ചു, അതുപോലെ തെറ്റായ ജീവിത രീതികളൊക്കെ ഞാൻ അവലംബിച്ചു. അങ്ങനെ ഞാൻ ജീവിക്കുന്നതിനിടയിൽ എൻ്റെ മൂത്ത മകൻ മാനസികമായ ചെറിയ പ്രശ്നമുണ്ട്. മതപരമായ ഒരു കാര്യവും ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഇവർ തമ്മിൽ ചിലപ്പോഴും പ്രശ്നമുണ്ടാകാറുണ്ട്. ഒരു ദിവസം ഈ മൂത്ത മകൻ ഇളയ മകന്റെ തലക്ക് വലിയൊരു കമ്പി കൊണ്ടടിക്കുകയും എൻ്റെ കൺമുന്നിൽ ആ തലച്ചോറ് ചിതറിപ്പോകുന്നൊരവസ്ഥയിൽ ആ മകൻ മരണപ്പെട്ടു പോയി. കോടതിയിൽ അദ്ദേഹം മാനസികമായ ഒരു രോഗിയാണ് എന്ന് സമർത്ഥിക്കുമ്പോഴും ഞാൻ ആ കോടതിയെ ഓർമ്മപ്പെടുത്തിയത്, ഞാൻ പ്രായമുള്ള ഒരു ഉപ്പയും ഉമ്മയുമാണ്, അയാൾ ഞങ്ങളെയും കൊന്നുകളയുമോ എന്ന് ഞങ്ങൾ ജീവനിൽ പേടിയുണ്ട്. ആ മകനെയും എൻ്റെ കൺമുന്നിലിട്ടാണ് കൊന്നത്. അതുകൊണ്ട് അയാൾക്ക് കഠിന തടവിന് ശിക്ഷ നൽകണമെന്ന്
സ്വന്തം മകന് വേണ്ടി ഇപ്രകാരം പറയേണ്ട ഒരു അവസ്ഥ വരുമ്പോ നാം ചിന്തിക്കേണ്ടത് വമൻ അഅറള അൻ സിക്രി, റബ്ബിൽ നിന്നൊരു മനുഷ്യൻ അകന്ന് ജീവിച്ചാൽ ഫഇന്ന ലഹു മഈശത്തുൻ ലംഗ, അവരുടെ ജീവിതം വളരെ ഇടുങ്ങിയതായിരിക്കും. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനവും ശാന്തിയും സ്വസ്ഥതയും നൽകുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തി, അല്ലദീന ആമനു, ഒരു മനുഷ്യൻ അള്ളാഹുവിൽ വിശ്വസിക്കുകയും വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, തന്റെ വിശ്വാസത്തിൽ അക്രമം കലർത്താതിരിക്കുകയും. അഥവാ എന്താണ് അക്രമം? അള്ളാഹുവിനോടൊപ്പം പരദൈവങ്ങളെയും ജാറങ്ങളെയും ഖബറുകളോടുമൊക്കെ പ്രാർത്ഥിക്കുന്ന അവസ്ഥ. റബ്ബിന്റെ തൗഹീദ് ഉൾക്കൊള്ളാതെ, റബ്ബിന്റെ ഏകത്വം ഉൾക്കൊള്ളാതെ, റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാതെ ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതം ദുസ്സഹമാണ് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് റബ്ബ് പറയുന്നത്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, തന്റെ വിശ്വാസത്തിൽ അക്രമം കലർത്താത്ത മനുഷ്യരുണ്ട്. ഉലൈക ലഹുൽ അംന്, അവർക്കാണ് അല്ലാഹു നിർഭയത്വം നൽകുന്നത്. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗികൾ. സഹോദരങ്ങളെ, ഖുതുബയിൽ ഓർമ്മപ്പെടുത്തിയത് അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്, അറിയുക, നമ്മുടെ ഹൃദയങ്ങൾ സമാധാനമാകുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ്. എവിടെയാണ് സഹോദരങ്ങളെ ആ ഓർമ്മ? നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ കൈകെട്ടി നിന്ന് നമ്മൾ നമസ്കരിക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഹംദ് നമുക്ക് വരുന്നുണ്ടോ സഹോദരങ്ങളെ? റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ? അള്ളാഹു എനിക്ക് ചെയ്ത ആരോഗ്യത്തെക്കുറിച്ചും അള്ളാഹു എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ചും വളരെ ഓർമ്മയോടുകൂടി റുകൂഇലും സുജൂദിലും ഒക്കെ അള്ളാഹുവിനെ സ്മരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതാണ് റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ. പലപ്പോഴും റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ ശബ്ദ കോലാഹലങ്ങളിൽ നമസ്കാരം കഴിഞ്ഞ് ദിക്റും തസ്ബീഹുമൊക്കെ വലിയ ഒച്ചയിൽ നടക്കുന്നത് കാണാം. കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ഹൃദയത്തിൽ നിന്നാണ് പ്രാർത്ഥനകളും ദിക്റുകളും വരുന്നത്. വലിയ ഒച്ചയും ഒച്ചപ്പാടുമാകുമ്പോ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, വദ്കുർ റബ്ബക, നിങ്ങൾ അള്ളാഹുവിനെ ഓർമ്മിക്കേണ്ടത് തളർറുഅൻ വഖീഫ, വിനയത്തോടെയും ഹൃദയത്തിൽ നിന്ന് പതിഞ്ഞ ശബ്ദത്തിലുമാണ്. വലിയ ഒച്ചയും ബഹളവുമായി കൊണ്ടല്ല. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. റബ്ബിനെ ഓർക്കേണ്ട രൂപത്തിൽ ഓർമ്മിച്ച്, അഥവാ നാം പ്രഭാത നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോഴുള്ള പ്രാർത്ഥന, നമ്മൾ വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴുള്ള പ്രാർത്ഥന, ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും തഖ്വയും നിലനിർത്തുവാനും അള്ളാഹുവിൽ നിന്ന് അകലുന്ന, റബ്ബിൽ നിന്ന് അകലുന്ന പൈശാചികമായ കുതന്ത്രങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും പടച്ച റബ്ബ് നമ്മെ സുരക്ഷിതമാക്കി റബ്ബിന്റെ കാവലിലും സംരക്ഷണത്തിലുമായി ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മനുഷ്യൻ വളരെ നന്നായി അധ്വാനിക്കുകയും അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന ധനം, മിച്ചധനം അയാൾ ബാങ്കിൽ നിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നു. ഒരു ദിവസം അയാൾക്ക് ഇച്ചിരി ക്യാഷിന് ആവശ്യം വരുന്ന സമയത്ത് തൻ്റെ ATM കാർഡ് ഇട്ടതിന് ശേഷം പിൻ നമ്പർ ടൈപ്പ് ചെയ്തു. തനിക്ക് ആവശ്യമുള്ള ധനം ടൈപ്പ് ചെയ്തു കൊടുത്തു. സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത് 0 ബാലൻസ് ആണ് എന്ന് കാണിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ വേവലാതിയും വെപ്രാളവും എത്രത്തോളമായിരിക്കും സഹോദരങ്ങളെ. താൽക്കാലികമായി ലോകത്ത് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് പിടിച്ചു നിൽക്കാം. നാളെ പരലോകത്ത് നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും
നമ്മുടെ സൽക്കർമ്മങ്ങളും ഒക്കെ നാം പ്രവർത്തിക്കുന്നത് അനശ്വരമായ സ്വർഗം നേടിയെടുക്കണമെന്ന വല്ലാത്ത ആഗ്രഹമാണ്.